ട്രാൻസ്ജെൻഡേഴ്സ് നടത്തുന്ന അവകാശ പോരാട്ടങ്ങൾ പലപ്പോഴും സമൂഹത്തിൻ്റെ സജീവ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. കൊല്ലം കൊട്ടാരക്കരയിൽ പോലീസിനെതിരെ ട്രാൻസ്ജെൻഡേഴ്സ് നടത്തിയ സമരം സംഘർഷത്തിൽ കലാശിച്ചു. കൊട്ടാരക്കര CIക്കും വനിതാ പോലീസുകാരിക്കും ചില പ്രതിഷേധക്കാർക്കും സംഘർഷത്തിനിടെ പരിക്കേറ്റു. 2021 കൊട്ടാരക്കരയിൽ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയ കേസിൽ 6 ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ കേസെടുത്തിരുന്നു. ഈ കേസിൽ വാറന്റായതിന് പിന്നാലെയായിരുന്നു പ്രതിഷേധ സമരം. സംഭവം കള്ളക്കേസെന്നാണ് സമരക്കാരുടെ ആരോപണം. എന്നാൽ ട്രാൻസ്ജെൻഡേഴ്സ് നാട്ടുകാരെ ആക്രമിച്ചെന്നും ആക്ഷേപമുണ്ട്. പുലമണ്ണിൽ നിന്നും മുദ്രാവാക്യങ്ങൾ മുഴക്കി പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച ട്രാൻസ്ജെൻഡേഴ്സിനെ പോലീസുകാർ ചേർന്ന് ഗേറ്റ് അടച്ച് തടഞ്ഞു. ഉന്തിലും തള്ളിലും ഒരു പോലീസുകാരന്റെ കൈവിരലിന് പരിക്കേറ്റു. തുടർന്ന് സമരക്കാർ SP ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പോലീസ് ഇവരെ വഴിയിൽ തടയുകയും 3 പേരെ മാത്രം SP ഓഫീസിലേക്ക് കടത്തിവിടുകയും ചെയ്തു. ഇതിൽ പ്രകോപിതരായ സമരക്കാർ നടു റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. 2021 പോലീസ് വാഹനം തടഞ്ഞ് അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നും പറഞ്ഞിട്ടാണ് ഒരു കേസ് കോടതിയിൽ പോയത്. ഈ കേസിനെ പറ്റിയുള്ള വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ കേസിന് ഞങ്ങളെ വിളിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ സമൻസ് വന്നപ്പോഴാണ് 7 പേരുടെ പേര് കള്ളക്കേസാണെന്ന് മനസ്സിലായത്. അതിനെ തുടർന്നാണ് ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. സമരം മൂലം മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. സ്കൂൾ വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും വഴിയിൽ കുടുങ്ങി. ഇത് ചോദ്യം ചെയ്ത ബൈക്ക് യാത്രികനെതിരെ അക്രമത്തിന് തുനിഞ്ഞതോടെ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. റോഡ് ഉപരോധിച്ച ട്രാൻസ്ജെൻഡറുകൾ പോലീസിന് നേരെ വസ്ത്രമുരിഞ്ഞ് പ്രതിഷേധിക്കുകയും സോഡാ കുപ്പിയെടുത്ത് എറിയുകയും ചെയ്തു. കൊട്ടാരക്കര CI ജയകൃഷ്ണന്റെ നെറ്റിക്ക് മുറിവേറ്റു. ലാത്തി വലിച്ചൂരി വനിതാ പോലീസിനെയും ഇവർ മർദ്ദിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ പോലീസ് സമരക്കാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. 2021 വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുകയും കൊട്ടാരക്കര പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്തെന്നാരോപിച്ച് ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ കേസെടുത്തിരുന്നു. ഇതിൽ 6 പേർക്കെതിരെ വാറന്റായതോടെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. അവരുടെ ഭാഗത്തുള്ള സമരം അവരത് ന്യായമായ സമരമാണെന്നുണ്ടെങ്കിൽ അത് അവർ സമരം ചെയ്തു പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. മറിച്ച് സമരവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക, പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഇടപെടുന്നതിന് കാരണമായത് ഒന്ന്, അവർ ക്രൂരമായി പോലീസിനെ മർദ്ദിക്കാൻ തുടങ്ങി. അവരുടെ ശാരീരിക സ്ഥിതി ഇവിടുത്തെ ലേഡീസുമായി ബന്ധപ്പെട്ടുള്ളതല്ല, പുരുഷനോളം സമമായിട്ടുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, അവർ വസ്ത്രം അഴിച്ചു. അതും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ച് അവരെ കൊണ്ടുപോയതിനോട് നമുക്ക് യോജിപ്പാം. പക്ഷേ അവരുടെ അവകാശ ധ്വംസനങ്ങൾക്കെതിരെ നമ്മൾ അവർക്ക് പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഭാരതത്തിലുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമായിട്ട് അത് നൽകുന്നുള്ളതാണ്. ന്യൂസ് 18 കൊട്ടാരക്കര.